ഹലോ നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് നമ്മളിങ്ങനെ പ്രൈസിങ് സെക്ഷനിൽ ഓഫീസിലാണ് ഇരിക്കണേ. ഇന്നിപ്പം പുതിയതായിട്ട് വന്ന ഒരു കളക്ഷൻ വന്നപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഇത് നമുക്ക് സാരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രോഷോ ലേസാണ്. സാരിക്ക് ചെയ്യാം, ദുപ്പട്ടയ്ക്ക് ചെയ്യാം, കൊച്ചു കുട്ടികളുടെ ബേബി ഫ്രോക്കിൻ്റെ സ്ലീവിന് നൂഡിൽ സ്ട്രിപ്പ് പോലെ ഇങ്ങനെ ചെയ്യുന്ന അത്തരത്തിലുള്ള ഓരോരോ ഒക്കേഷൻസിലേക്ക് ചെയ്യാം. പിന്നെ ഇത് ലാവൻഡർ കളറ് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് ഇപ്പോൾ ഒരു ഗിഫ്റ്റ്, ഇപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ വരുമ്പോഴേക്കും നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ വരുന്ന ഗിഫ്റ്റ് ബോക്സിനെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു ഭംഗിയിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇതിങ്ങനെ പ്ലെയിൻ നെറ്റോട് ചേർത്ത് വെക്കാം. അല്ലെങ്കിൽ ഓർഗൻസ ഫാബ്രിക് ഈ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന ബോക്സിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇങ്ങനെ വരുന്നു മൾട്ടി കളറായിട്ട്. അതുപോലെ ഇത് ദുപ്പട്ടയുടെ ക്രോഷോ ലേസ് ആക്കി മാറ്റാം. ഡൈഡാണ് ഇത്. ഡൈബിൾ നമ്മൾ ഡൈ ചെയ്തെടുത്തിട്ടുള്ള റെഡി ടു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സാരിക്ക്, നമ്മളുടെ ഗൗൺസിന്, നമ്മളുടെ ഒത്തിരി ആവശ്യങ്ങളിലേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റാവുന്ന പെർ മീറ്റർ ബിലോ 50 വരുന്ന തരത്തിലുള്ള ഐറ്റംസാണ്. പെർ മീറ്റർ ബിലോ 50. ഇത് വീണ്ടും ഡിസൈൻസിലേക്ക് ചെറിയൊരു വേരിയേഷൻ വന്നിട്ട് വാട്ടർ സീക്വൻസ് വിത്ത് ടെമ്പിൾ ബോർഡർ. ഈ ഒരു സ്കാലോപ്പിന് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. പിങ്ക് ഷെയ്ഡ് ഈ വരുന്നത് ഒരു നല്ല ബേബി പിങ്ക്, ഗോൾഡൻ കളറ്, ഗ്രേ. എടുത്ത് പറയത്തക്ക പേസ്റ്റൽസിൻ്റെ ഒരു നിറയെ ഒരു കളർ കോമ്പിനേഷൻസാണ്. യെല്ലോയുടെ തന്നെ ഒരു 3 ഡിസൈൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 3 കളർ കോമ്പിനേഷൻ, ലൈറ്റ് ആൻഡ് ഡാർക്ക്. ഇതൊരു ലെമൺ യെല്ലോ, ഇത് നല്ലൊരു ബേബി യെല്ലോ, ഇതൊരു ഹൽദി, ഇതൊരു ബിസ്ക്കറ്റ് ഷെയ്ഡ്. നമ്മളുടെ ഡ്രസ്സ് ഡൈ ചെയ്തിട്ടോ എങ്ങനെയാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം. ശരിക്കും ഇതിൻ്റെയൊക്കെ ആ ഒരു ഡ്രസ്സിന് നമുക്ക് സ്കാലോപ്പ് പോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും തന്നെ പെട്ടെന്നൊരു ഡ്രസ്സിന് വരുന്ന ഇപ്പോൾ കണ്ടോ, ആ ഒരു പ്ലീറ്റഡും ഹാൻഡ് വർക്കും സ്കാലപ്പും കൂടെ വന്നു. ഈ എൻഡിലോട്ട് ഈ ഒരു കളറ് കുറച്ച് ഡിഫറെൻ്റാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇത് കാണിച്ചതാണ്. നമുക്ക് ആ ചേർന്ന് പോകുമ്പോൾ യോക്ക് പോർഷനിലേക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈൻ സിമ്പിളായിട്ട് വന്നിട്ടുള്ള ഒരു ക്രോഷോ ലേസാണ്. ഇങ്ങനെ വരുന്നു. ഈ കോഫി ബ്രൗൺ നമുക്ക് കിട്ടിയില്ലായിരുന്നു. ഇതിങ്ങനെ വരുന്നു. ബോട്ടിൽ ഗ്രീൻ അയൺ ചെയ്യുമ്പോൾ നല്ല സ്റ്റിഫായി നിൽക്കും. ഇങ്ങനെ വരുന്നു. നല്ല നല്ല പേസ്റ്റൽസ്. ഇത് നമ്മളുടെ ഓൺ ഡിസൈൻ ഹൗസിലേക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. നമ്മളുടെ ഓൺ പ്രോഡക്റ്റ് റെഡിമെയ്ഡ് കുർത്തകളിലേക്ക് ഒരു ബോർഡേഴ്സായിട്ട് ചെയ്തെടുക്കുന്നു. അങ്ങനെ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലൊരു ഫംഗ്ഷൻ വന്നപ്പം ബെഡ്ഷീറ്റ് എല്ലാം തന്നെ ഡെക്കറേറ്റ് ചെയ്തത് ഇത് വെച്ചിട്ടായിരുന്നു. നമ്മളുടെ ബെഡ് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഡൈനിങ് ടേബിളിൻ്റെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ ലോങ് കോൺസെപ്റ്റിൽ വീട്ടിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലായിരുന്നു ഡൈനിങ് ടേബിൾ വന്നത്. അപ്പോൾ അതിനിങ്ങനെ ക്രോസായിട്ട് ഒരു വൈറ്റ് ഹക്കോബ മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ട് അതിലോട്ട് ഇങ്ങനത്തെ ക്രോഷോ ലേസാണ് കളേർഡായിട്ടുള്ളത് ചേർത്ത് വെച്ചത്. അപ്പം നമുക്ക് വീടിനെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള ഡൈനിങ് ടേബിളും ബെഡ്ഷീറ്റും അങ്ങനെ വരുന്ന ഓരോരോ ചെറിയ ടീപ്പോയി അതിനൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഹക്കോബ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ക്രോഷോ ലേസ് വെച്ചിട്ട് നമ്മുടെ ആ ടേബിളിൻ്റെ തന്നെ ഒരു കളർ കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതുപോലെ നമ്മളുടെ ഡെക്കറേഷൻസ് ഡ്രൈ ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള ആ മൾട്ടി കളറായിട്ട് വന്ന ഡെക്കറേഷൻസിനെയൊക്കെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് അതിനോട് ചേർന്ന് പോകുന്ന കളേഴ്സ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വീടൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വീണ്ടും ഇങ്ങനെ വരുന്നൊരു ലേസ്, കുറച്ച് ഒരു 2 ഇഞ്ച് വീതി ബോർഡറായിട്ട് വന്നിട്ട് അതിൻ്റെ പല പല ഷെയ്ഡ്സാണ്. ഗ്രേ ഈ ഒരു ഡിസൈനിൽ മാത്രമാണ് ഗ്രേ കിട്ടിയത്. പിന്നെ ഈ ബോട്ടിൽ ഗ്രീൻ. നമുക്ക് ദുപ്പട്ടയുടെയൊക്കെ തലയിൽ കൂടെ ഇടുമ്പോൾ വരണ ദുപ്പട്ടയുടെയൊക്കെ ആ ഒരു സ്കാലോപ്പ് ഇപ്പം 4 സൈഡിലേക്കൊക്കെ സ്കാലോപ്പായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. യോക്ക് പോർഷനും മെയിൻ ഫാബ്രിക്കും കൂടെ ചേർന്ന് വരുന്ന ആ ജോയിൻറ്റിലേക്ക് കൊടുക്കാം.
ഇത് നല്ല റെഡ് റാണി കളറ്, നല്ല ബ്ലൂ കളറ്, വളരെ സ്പെഷ്യലാണത്. ഇതൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് കളേഴ്സുകൾ. നല്ല ഭംഗിയില്ലേ, നല്ല കളർ കോമ്പിനേഷനാണ് ഇവരുടെ ഏറ്റവും സൂപ്പർ. ഇത് വീണ്ടും വേറൊരു ഡിസൈൻ, ക്രോഷോയുടെ തന്നെ. ഇതാ ഇങ്ങനെ വരുന്നു, ഹൽദി യെല്ലോ, മാമ്പഴ മഞ്ഞ, എല്ലാം കളറ് കുറച്ചൊക്കെ റിപ്പീറ്റഡ് ആണ്. ഇതാ ഈ വൈൻ കളറ് പുതിയ കളറ് കയറിയതാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ കളറ് വരുമ്പോൾ അതാ ഇങ്ങനെ വരുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഈ ഒരു ജോയിൻറ്റിലേക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ക്രിയേഷൻ ഐഡിയാസ് നിങ്ങളുടെ. നമുക്ക് എന്തിൽ, ഈവൻ ബെഡ്ഷീറ്റിൻ്റെ ഒരു ക്രോഷോ ലേസ് വെച്ചിട്ട് നമ്മളുടെ വൈറ്റ് ബെഡ്ഷീറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പില്ലോ കവറ്, ഡൈനിങ് ടേബിളിൻ്റെ കവറ്, അത് ഒക്കെ ഇങ്ങനെ ഒരു നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ വെച്ചിട്ട് എന്തിനോടും ചെയ്തെടുക്കാൻ പറ്റാവുന്ന ക്രോഷോ ലേസാണ് ക്രോഷോ. ഇത് വീണ്ടും ക്രോഷോ ലേസിൻ്റെ തന്നെ ഒരു ഡിസൈൻ മാറി വന്നിട്ട്, ഇതൊരു ഓറഞ്ച് റാണി കളറ്, ഇത് നല്ല ബേബി പിങ്ക്, ഇത് കുട്ടികളുടെ ബാപ്റ്റിസത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന കളറാണ്. ഇത് വീണ്ടും നല്ല ഭംഗിയുള്ള ലാവൻഡർ, ഇതൊരു സ്കൈ ബ്ലൂ, പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇതാ നല്ലൊരു പേൾ ക്രീം യെല്ലോ, ഹൽദി യെല്ലോ, ആ ഒരു കളർ കോമ്പിനേഷൻ, നല്ല റെഡ് റോസ് കളറ്, നല്ല പിങ്ക് കളറ്. ഇത് വീണ്ടും ഒരു ഗ്രീൻ്റെ വെർഷൻ, നല്ല ഡാർക്ക് ചിക്കു, പൗഡർ ബ്ലൂ, ഹൽദി യെല്ലോയുടെ ബേബി യെല്ലോ, ഇതൊരു ബ്ലൂ ഷെയ്ഡ്, പേൾ വൈറ്റ്. ഇതിലേക്കും വരുമ്പോൾ ഒരു വാട്ടർ സീക്വൻസിൻ്റെ ഷൈനിങ് ഉണ്ട്. ഇതൊക്കെ വരുന്നത് ഒരു 65 അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു റേഞ്ചാണ്. പ്രൈസിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് വരുന്നത് വൈറ്റ് ക്രോഷോ ലേസാണ്. നമുക്കൊരു ഡിസൈനർ കോൺസെപ്റ്റിൽ പാർട്ടി വെയറായിട്ട് ചെയ്യുന്ന ഫ്രോക്കുകളിലേക്ക്, വെഡ്ഡിങ് അല്ലെങ്കിൽ കുട്ടികളുടെ ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം, അത് ഈവൺ അതിൻ്റെ ബാസ്ക്കറ്റ് വരെ നമുക്ക് ഒരു ക്രിയേറ്റീവ് മൈൻഡിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ആക്സസറീസാണിത്. ഈ ഒരു കോൺസെപ്റ്റാണ് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ ഒരു ഷേപ്പിലോട്ട് പറഞ്ഞത്. ഇങ്ങനെ നമുക്കൊരു പ്ലെയിൻ, അതുപോലെ നമ്മളുടെ ബെഡിന് മേലേക്ക് ബെഡ് സ്പ്രെഡിൻ്റെ ചേർന്ന് വന്നിട്ട് ഇതൊരു പാർട്ടി വെയർ കോൺസെപ്റ്റ്. ഇത് കെമിക്കൽ ലേസാണ്, അതിൻ്റെ തന്നെ ഒരു ഇത് സെയിം ഡിസൈൻ. ഇനി വരുന്നത് ഒരു സ്കാലോപ്പാണ്, അത് ഈ ഒരു ഡിസൈൻ വരുന്നു. ഇതിനി നമുക്ക് ആപ്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വെഡ്ഡിങ് ഗൗണിൻ്റെ ഒക്കെ യോക്ക് പോർഷൻ്റെ ആ ഒരു ചേർന്ന് വരുന്ന ജോയിൻറ്റിലോട്ട് ചെയ്തെടുക്കാം. ഏറ്റവും താഴെ ടൈലിന് ഒരു ലോങ് ടൈൽ കോൺസെപ്റ്റിലേക്ക് നമുക്ക് അതിൻ്റെ ആ കെർവ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വന്നിട്ടുള്ള വൈറ്റിൽ വന്നിട്ടുള്ള ക്രോഷോ അല്ല, കെമിക്കൽ ലേസ്. വീണ്ടും നമുക്ക് ഒരു വെഡ്ഡിങ് കോൺസെപ്റ്റിൽ ഡൈഡായിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, ഇങ്ങനെ ഒരു മോട്ടീഫ് പോലെ. ഇത് ഡൈഡാണ്, കോഡിംഗ് വർക്ക് വിത്ത് മെഷീൻ ത്രെഡ് വർക്ക്, ഡയബിൾ നെറ്റ്, ഇതെല്ലാം ഡയബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു കളർ തീം ഇട്ട് വെഡ്ഡിങ് കോൺസെപ്റ്റിൽ വന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബാപ്റ്റിസം, ഡയബിൾ ആയിട്ടുള്ള ക്രോഷ് മീൻസ് കോഡിംഗ് വർക്കിൻ്റെ ഡിസൈനർ ഫാബ്രിക്. ക്രോഷോ ലേസ് വിത്ത് ത്രെഡ്, സിൽക്ക്, ഒരു ജെറി പോലെ ഒരു ത്രെഡും. ഇത് നിറ്റഡാണ്, നിറ്റഡായിട്ടുള്ള ഒരു ബോർഡേഴ്സാണ്. ഇതിൻ്റെ കളറ് ഒരു എന്താ പറയുക, റോസ് ഗോൾഡിനേലും കുറച്ചും കൂടെ ഒരു ഇത് ക്രീം ആൻഡ് ക്രീം ജെറി. ഈ ജെറിയോട് ചേർന്ന് പോകുന്ന മറ്റൊരു ക്രോഷോ ലേസ്, ഇതൊക്കെ നമുക്ക് ദുപ്പട്ടയ്ക്കായിട്ട് ചെയ്തെടുക്കാം, സാരിയുടെ ബോർഡറാക്കി ചെയ്തെടുക്കാം. ഇതും ഒരു പെയറായിട്ട് യൂസ് ചെയ്യാം.
ഡാർക്ക് ആൻറ്റിക്. പിന്നെ ഇത് ക്രോഷോ തന്നെ ഡയബിളായിട്ട് ഗോൾഡൻ പ്ലസ് ജെറി, ചെറിയ മൈന്യൂട്ട് ഷൈനിങ് ആണ് വരുന്നത്. ഇതിൻ്റെ കുറച്ച് വലുത് സെയിം കവറിലോട്ട് വയ്ക്കാം. ഇത് വരണ ടെമ്പിൾ ബോർഡർ പോലെ ഇങ്ങനെ വന്നിട്ട്, ഈവൺ ഇതൊക്കെ നമുക്ക് അണ്ടർ സ്കേർട്ടിൻ്റെ ഏറ്റവും താഴെ പോലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മളുടെ കട്ട് വർക്കിൻ്റെ നൈറ്റികൾക്കൊക്കെ ഒരു ബോർഡേഴ്സ് കൊടുക്കാം, പിൻടെക്ക് വെച്ചിട്ട്, പിന്നെ മെഷീൻ എംബ്രോയിഡറി വെച്ചിട്ട്. ശരിക്കും ആ ഒരു ജസ്റ്റ് ഇപ്പം നമ്മൾ നൈറ്റി സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ യോക്ക് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് ഗാദേഡും യോക്കും കൂടെ അറ്റാച്ച് ചെയ്യുന്ന ഒരു പോർഷനിലേക്ക് ഇതിൻ്റെ ഒരു വലിയ സൈസ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ നമുക്ക് ഇവിടെ സ്ഥിരം അണ്ടർ സ്കേർട്ടിന് പോകുന്നൊരു പാറ്റേൺ ആണ്. എന്തും നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഒരു യുണീക്കായിട്ടുള്ള ഒരു സ്റ്റൈലിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നിറ്റഡാണ് ഇതെല്ലാം. നിറ്റഡായിട്ടുള്ള ഒരു, ഇത് വൈറ്റ് വന്നു, ഡയബിളാണ്. ഇതൊക്കെയാണ് ഇങ്ങനെ അണ്ടർ സ്കേർട്ടിൻ്റെ ഏറ്റവും താഴോട്ട് വരുമ്പോൾ. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ സാരിയൊക്കെ ഒരു ഇഞ്ച് 2 ഇഞ്ചൊക്കെ കയറിപ്പോയാലും വളരെ വൃത്തിയിൽ നമുക്ക് സ്കേർട്ടിനെ ഇതൊക്കെ വെച്ചിട്ട് റീമേക്ക് ചെയ്യാൻ പറ്റും. ഇത് വീണ്ടും അതിൻ്റെ ഒരു ചെറിയ സൈസ്. ഇത് വളരെ ചെറുതായിട്ടുള്ള ഒരു ക്രോഷോ ലേസിൻ്റെ ദുപ്പട്ടയ്ക്ക് 4 അരികിലേക്കൊക്കെ ആയിട്ട്. അതുപോലെ നമ്മൾ കുർത്തി, നൈറ്റി അതൊക്കെ ഓൺ ക്രിയേഷനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴേക്കും ഈ യോക്ക് പോർഷൻ്റെ എൻഡിലോട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ വെർട്ടിക്കലി ഡിസൈൻസൊക്കെ ആയിട്ട് ടോപ്പിന് ഇപ്പം ഇങ്ങനെ ഒക്കെ ഒരു പിൻടെക്കൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും ആ ബോർഡറിന് സെയിം കളർ ഡൈ ചെയ്തെടുത്താൽ ഇതാക്കണ്ട ഇങ്ങനെ വരണ ഈ ഒരു പോർഷനിലേക്ക് ഡൈ ചെയ്തെടുക്കണം. എല്ലാം നമ്മൾക്ക് ഉപയോഗിക്കേണ്ട കളർ ഏതാണെന്ന് വെച്ചാൽ അതിലോട്ട് ഡൈ ചെയ്തെടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇന്ന്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ പ്രൈസിങ് നടന്നിട്ടിരിക്കുകയായിരുന്നു, ആ ടൈം തന്നെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നമ്പറുകളിലേക്ക്, കസ്റ്റമർ കെയർ നമ്പറുകളിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.